അമേരിക്ക ഇറാൻ സംഘർഷം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും മാരകമായ വ്യോമാക്രമണങ്ങൾക്കാണ് കഴിഞ്ഞ 9 ദിവസമായി മേഖല സാക്ഷ്യം വഹിക്കുന്നത്. അറേബ്യൻ കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US നാവികസേനയുടെ USS ബോക്സർ എന്ന യുദ്ധക്കപ്പലും അതിലെ F-35B ലൈറ്റ്നിംഗ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും ഈ നീക്കങ്ങൾക്ക് കേന്ദ്രബിന്ദുവായി ഇപ്പോൾ മാറുകയാണ്. തിരിച്ചടിയുമായി ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും എത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം. ഇത് പൂർണ്ണ യുദ്ധ സാഹചര്യത്തിലേക്കാണ് മേഖലയെ കടത്തിവിടുന്നത്. ഇറാനെതിരെ ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ് US സെൻട്രൽ കമാൻഡ്. ജൂലൈ 19 രാത്രി 10 മണിയോടെ ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തുടർച്ചയായ 9ാം രാത്രിയിലും അമേരിക്കൻ സൈന്യം ബോംബാക്രമണം പൂർത്തിയാക്കി. ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ നിരകൾ, കോസ്റ്റൽ സർവേയൻസ് കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, കമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ എന്നിവയാണ് US തകർത്തത്. USS ബോക്സറിലെയും മറ്റ് അമേരിക്കൻ വിമാനവാഹിനികളിലെയും ജീവനക്കാർ രാത്രികാല ആക്രമണങ്ങൾക്കായി തന്ത്രപ്രധാന ആയുധങ്ങൾ മാറ്റുന്നതിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ മിസൈൽ ശൃംഖലകളുടെ പരിധിയിൽ നേരിട്ട് പെടാതെ കിലോമീറ്ററുകൾ അകലെ നിന്ന് തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുക്കാൻ കഴിയുന്ന അത്യാധുനിക AGM-154 പോലെയുള്ള കൃത്യതയേറിയ ഗ്ലൈഡ് ബോംബുകളാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. F-35B സ്റ്റെൽത്ത് വിമാനങ്ങളും ഡെക്കിൽ നിന്ന് പറന്നുയർന്നത് വീഡിയോയിൽ വ്യക്തവുമാണ്. ഇത്തരം ദൂരപരിധിയുള്ള ബോംബുകളും ഒരേ സമയം ഉപയോഗിച്ച് ഇറാന്റെ വ്യോമ പ്രതിരോധ താവളങ്ങൾ തകർത്ത ശേഷം പൂർണ്ണ വ്യോമാധിപത്യം നേടുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. F-35 വകഭേദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഷോർട്ട് ടേക്ക് ഓഫ്, വെർട്ടിക്കൽ ലാൻഡിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു എന്നതാണ്. സാധാരണ യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാനും ലാൻഡ് ചെയ്യാനും കിലോമീറ്ററുകൾ നീളമുള്ള റൺവേകളോ ഭീമൻ വിമാനവാഹിനി കപ്പലുകളോ വേണം. എന്നാൽ F-35 വിമാനങ്ങൾക്ക് ഹെലികോപ്റ്ററുകളെ പോലെ കുത്തനെ വന്നിറങ്ങാൻ സാധിക്കും. ഇത് USS ബോക്സർ പോലുള്ള ചെറിയ കപ്പലുകളെ പോലും ഒരു മിനി വിമാനവാഹിനിയാക്കി മാറ്റാൻ US-നെ സഹായിക്കുന്നു. കടുത്ത ആക്രമണങ്ങൾക്കിടയിലും US-നെ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇറാനും ശക്തമായ ആക്രമണം നടത്തുകയാണ്. അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോൺ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് ഇറാന്റെ സംയോജിത വ്യോമ പ്രതിരോധ ശൃംഖലയുമായി ബന്ധിപ്പിച്ച അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് അമേരിക്കൻ ഡ്രോൺ തകർത്തതെന്ന് ഇറാന്റെ മെഹർനൂസ് ഏജൻസി വ്യക്തമാക്കി. പക്ഷേ ഇതിൽ US സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം നിലവിൽ ശത്രു ഡ്രോണുകളെ വായുവിൽ വെച്ച് തന്നെ നേരിടുകയാണ്. ഒരു വശത്ത് F-35 സ്റ്റെൽത്ത് വിമാനങ്ങളും ലോങ് റേഞ്ച് ആയുധങ്ങളുമായി US സെൻട്രൽ കമാൻഡ് ഇറാന്റെ സൈനിക വ്യൂഹങ്ങളെ തകർക്കുമ്പോൾ അമേരിക്കൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടും അയൽരാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയും ഇറാനും പ്രതിരോധം ശക്തമാക്കുന്നുണ്ട്. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന US സൈനികരുടെ എണ്ണം ഇതോടെ 17ആയി. വെള്ളിയാഴ്ച ജോർദാനിലെ സേനാ താവളവും ആക്രമിക്കപ്പെട്ടിരുന്നു. സെൻട്രൽ കമാൻഡാണ് ഇത് സ്ഥിരീകരിച്ചത്. 2 US സൈനികർ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം. മറ്റൊരു സൈനികനെ കാണാതായെന്നും US അറിയിച്ചിരുന്നു. ആക്രമണത്തിന് മറുപടിയായി ശനിയാഴ്ച രാത്രി ഇറാന്റെ സേനാ കേന്ദ്രങ്ങളിൽ കനത്ത തിരിച്ചടി നൽകിയെന്ന് സെൻകോമും അറിയിച്ചു. US സൈനികരെ വധിച്ച ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. തെക്കു പടിഞ്ഞാറ് മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആണവോർജ്ജ നിലയം US ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ബഹ്റിനിലേക്കും ഇറാനിയൻ മിസൈലുകൾ എത്തിയിരുന്നു. ഒരിക്കലും മറക്കാനാകാത്ത പാഠം ഇറാൻ അമേരിക്കയെ പഠിപ്പിക്കുമെന്ന് പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി US-ന് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദേശീയ ടെലിവിഷൻ വഴി പുറത്തുവിട്ട സന്ദേശത്തിലായിരുന്നു മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.